2026 വർഷഫലം. ഇടവം രാശിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. മേടൻ രാശി മുന്നേ പറഞ്ഞിരുന്നു. ഇടവം രാശിയിൽ കാർത്തിക, രോഹിണി, മകീരം അടങ്ങുന്ന ഇടവം രാശിക്കാരെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇടവം രാശിക്കാർക്ക് വളരെയധികം സാമ്പത്തികമായും തൊഴിൽപരമായും നല്ല നേട്ടങ്ങളാണ് കാണുന്നത്. വളരെ നല്ല പുതിയ തൊഴിലവസരങ്ങൾ തേടി വരും. സ്റ്റക്കായ തൊഴിലെല്ലാം ശരിയാവും. സാമ്പത്തിക പ്രതിസന്ധി മെച്ചപ്പെട്ടിരിക്കും. വരുമാനം വളരെ കൂടിയിരിക്കും. തൊഴിൽ രംഗം വളരെയധികം പുരോഗതിയിലാണ് കാണുന്നത്. ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാവും. ശരീരം ശ്രദ്ധിക്കണം. കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. ഐശ്വര്യമുണ്ടാകും. വ്യാഴമാറ്റം കൊണ്ട് സാമ്പത്തിക പുരോഗതിയാണ് കാണുന്നത്. ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. അത്രയേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. സമയം അനുകൂലമാണ്. വ്യാഴത്തെ പ്രീതിപ്പെടുത്തുക. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. വളരെ നല്ല അനുകൂല സമയമാണ്. അതുകൊണ്ട് എല്ലാം അനുകൂലമായി വരും. വീട് വാങ്ങാനും വസ്തുക്കൾ വാങ്ങാനും എല്ലാം അനുയോജ്യമായ സമയമാണ് കാണുന്നത്. എല്ലാം കൊണ്ട് അനുഗ്രഹമുള്ള സമയമാണ്. പുതിയ ജോലി കിട്ടാൻ യോഗമുണ്ട്. വളരെയധികം നന്നായി നല്ല സമയമാണ്. വിദ്യാഭ്യാസ കാര്യത്തിലും പുരോഗതിയുണ്ട്. വിവാഹം കഴിയാത്തവർക്ക് വിവാഹം നടക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് നന്നായി വിഷ്ണുപ്രീതി നടത്തുക. ശനീശ്വരനെ പ്രാർത്ഥിക്കുക. വളരെ നല്ല സമയമാണ്. എല്ലാ കാര്യത്തിലും പുരോഗതിയാണ് കാണുന്നത്. അതുകൊണ്ട് പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. എല്ലാം മംഗളമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ സമയമാണ്. അതുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. കഷ്ടനഷ്ടങ്ങളൊക്കെ മാറി സാമ്പത്തിക പുരോഗതി വരുന്ന സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. വിവാഹം നടക്കും. ജോലി കിട്ടും. വലിയ സാമ്പത്തിക നേട്ടമുണ്ടാകും. അപ്രതീക്ഷിത മാറ്റമാണ് കാണാൻ പോകുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന അവസ്ഥയ്ക്ക് വളരെ നല്ല മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് നല്ല വിഷ്ണുപ്രീതി വരുത്തുക. അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക. അയ്യപ്പനെ പ്രീതിപ്പെടുത്തുക. ഇവയെല്ലാം ചെയ്താൽ വളരെ നല്ല ഫലമാണ് കാണാൻ പോകുന്നത്. അതുകൊണ്ട് മഹാഭാഗ്യം വരുന്ന ഈ നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. സമയം അനുകൂലമാണ്. ആരോഗ്യകാര്യത്തിൽ കുറച്ച് ശ്രദ്ധ വേണം. അസുഖം വരാതിരിക്കാൻ നോക്കണം. ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ നല്ല അവസ്ഥയാണ്. ഇതുവരെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം മാറി സാമ്പത്തികം, ജോലി, സന്തോഷം, സമാധാനം എല്ലാം കിട്ടും. എല്ലാ മേഖലയിലും നല്ല പുരോഗതിയാണ് കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ ഇടവം രാശിക്കാർ എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക. എല്ലാം ശുഭഫലമായിട്ടാണ് കാണുന്നത്. വിഷ്ണുപ്രീതി നടത്തുക. അയ്യപ്പ പ്രീതി നടത്തുക. ക്ഷേത്ര ദർശനം നടത്തുക. എല്ലാം വളരെ ശുഭമായിട്ടാണ് കാണപ്പെടുന്നത്. ബിസിനസ്സിലും വളരെ പുരോഗതിയാണ്. സാമ്പത്തിക ഭദ്രത ഉണ്ടാകും. ജീവിതത്തിൽ വിജയകരമായ പല കാര്യങ്ങളും കാണുന്നതാണ്. സാമ്പത്തികമായും ജോലിപരമായും വളരെ നല്ല സമയമാണ്. നിങ്ങൾ സ്വപ്നം കണ്ട് നടന്നിരുന്ന എല്ലാ കാര്യങ്ങളും വളരെയധികം മാറി നല്ല അനുകൂലമായി വരുന്ന ഒരു സാഹചര്യമാണ്. എല്ലാം ശുഭമായി വരും.